സ്ഥലങ്ങളിലും അവരെത്താറുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവർ ഉത്സാഹിച്ച് പോകുന്നു. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞിടയിൽ കവിയൂർ ഞങ്ങളൊരു അഗപ്പെ കമ്മ്യൂണിറ്റി സെൻറ്റർ തുറന്നു. അപ്പോൾ അതിനകത്തുനിന്ന് തിരുവല്ല മെഡിക്കൽ മിഷൻ എന്നുള്ള ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടറെയും ലാബ് ഫെസിലിറ്റി അതുപോലുള്ള കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേഷൻസ് ഫാർമസി എല്ലാം അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പേഷ്യൻറ്റിന് വെറും ഒരു 30 രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മതി, അവർക്ക് ഏതാണ്ട് ഒരു ഫ്രീ എന്നുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റ് എത്തിക്കാനായിട്ട് സാധിക്കുന്നു. പ്രധാനമായിട്ട് ഇത് ഓടിച്ചുകൊണ്ട് പോകുന്നത് ഈ നഴ്സിംഗ് കോഴ്സസിൻ്റെ പാർട്ടായിട്ട് ഇത് കരിക്കുലമായിട്ട് മാറിയതുകൊണ്ടാണ്. അതാണ് ഇത് റെഗുലറായിട്ട് ഓടിപ്പോകുന്നത്. ഈ സാൽമ കമ്മീഷൻ്റെ റിപ്പോർട്ട് അവരുടെ കമ്മീഷൻ്റെ അനുസരിച്ച് നേഴ്സുമാരുടെ ശമ്പള വർധനവുണ്ടായി. ഇന്ന് കേരളത്തിലെ കേരളത്തിന് എന്ത് പറയുന്നു, ഇന്ത്യയിലെ ഒട്ടുമിക്ക ആശുപത്രികളിലും കമ്മീഷൻ അങ്ങനെ ഉണ്ടെങ്കിലും ശമ്പളങ്ങൾ കൊടുക്കാറില്ല. എന്നാൽ TMM ആശുപത്രിയുടെ അല്ലെങ്കിൽ അങ്ങ് നടത്തുന്ന ഈ ആശുപത്രിയുടെ നേതൃത്വം വഹിക്കുന്ന ആശുപത്രിക്ക് ചില പ്രത്യേകതയുണ്ട്. ആ സാൽമ കമ്മീഷൻ പറഞ്ഞ അതേ ശമ്പളം അതേ രീതിയിൽ ഈ നേഴ്സുമാർക്ക് അല്ലെങ്കിൽ അധ്വാനിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആതുര സേവനം ചെയ്യുന്നവർക്ക് നൽകി കൊടുക്കുവാൻ കഴിയുന്നു. അതെങ്ങനെ കഴിയുന്നു? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ, ഇവിടെ ലാഭം എന്നുള്ളൊരു പ്രശ്നം ഞങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ട് കൂലിക്കാരന് തൻ്റെ കൂലി കൊടുക്കുക, ഇത് വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. കൂലിക്കാരൻ അല്ലെങ്കിൽ ശമ്പളം കിട്ടേണ്ട ആൾ കരഞ്ഞാൽ കേൾക്കുന്ന ഒരാൾ മുകളിലുണ്ടല്ലോ. അതുമല്ല, നമ്മളാരും ഇതിനകത്തുള്ള മാനേജ്മെൻറ്റുള്ളവരാരും ഇതൊന്നും കൊണ്ടുപോകാനും പാടില്ല, ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഈ മിനിമം വേജസ് ആക്ട് വന്നത് ഗവൺമെൻറ്റിൻ്റെ. മിനിമം വേജസ് ആക്ട് വന്നതിന് ശേഷം പലയിടത്തും അത് ഇംപ്ലിമെൻറ്റ് ചെയ്തില്ലെന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെങ്കിൽ ഞങ്ങളുടെ ആശുപത്രിക്ക് അത് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു ഓവർ ഹെഡ്സ് ഞങ്ങൾക്ക് വരേണ്ട ആവശ്യം. അതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ടോ? ഒരു നഷ്ടമല്ല, അതേക്കുറിച്ച് ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഈ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ വന്നിട്ടുള്ളതായിട്ടുള്ള ഈ പുതുതായിട്ടുള്ള ശമ്പള അത് നേഴ്സസിന് മാത്രമല്ല, എല്ലാ ഗവൺമെൻറ് എല്ലാ ആശുപത്രിയിലുള്ള എല്ലാ വർക്കേഴ്സിനും അത് ബാധകമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു ഓർഡർ വന്ന് അടിച്ചടിച്ച് കൈ കിട്ടുന്നതിന് മുമ്പേ ഇതെന്തുകൊണ്ട് നമ്മൾ ചെയ്തുകൂടാ? ഇതാണ് മാനേജ്മെൻറ്റ് ചിന്തിച്ചത്. ഇതുകൊണ്ടുള്ള ഗുണം ഞാൻ പറയാം. ഡോക്ടർ ഫസ്റ്റ് ചോദിച്ചതിൻ്റെ ഉത്തരവാണ്. അതായത് ഒരു ഹാപ്പി വർക്കർ ഈസ് കോൺട്രിബ്യൂഷൻ ടു ഒരു കോൺട്രിബ്യൂഷൻ, അവർ തരുന്ന കോൺട്രിബ്യൂഷന് ഒരു ഹോസ്പിറ്റലിന് ഒരുപാട് വിജയമുണ്ടാകും. അപ്പോൾ ഞങ്ങൾ എയിം ചെയ്യുന്നത് ഗുഡ് വിൽ ഓഫ് ദ സ്റ്റാഫ്, ഈ ആളുകളുടെ നല്ല മനസാക്ഷി, അവരുടെ റെസ്പോൺസ്. എനിക്ക് 100 രൂപ കിട്ടാവുന്നിടത്ത് അവർ 150 രൂപയുടെ പ്രയോജനം ചെയ്യും. സോ ദേ ഫീൽ ഇറ്റ് ഇസ് ദെയർ ഹോസ്പിറ്റൽ. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പ്രത്യേകിച്ച് ബ്രദറൻ കമ്മ്യൂണിറ്റിയിലുള്ള ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ആശുപത്രിയിലെ കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിരിക്കുന്ന ആശുപത്രിയാണ്. അതെ അതെ. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്, ആരൊക്കെയാണ്? ഈ ഹോസ്പിറ്റൽസ്, ഞാനീ പറഞ്ഞ ഹോസ്പിറ്റൽസും കോളേജസും എല്ലാം ഒരു ട്രസ്റ്റിൻ്റെ അണ്ടറിലാണ്. ഡോക്ടർ ദിവാൻ ബഹദൂർ ഡോക്ടർ വി വർഗീസ് ഹോസ്പിറ്റൽ ട്രസ്റ്റ് അസോസിയേഷൻ. അപ്പോൾ ഇതിനകത്ത് മെമ്പേഴ്സായിട്ട് വരുന്നവർക്ക് ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത, അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം, ബ്രദറൻ വിശ്വാസികളായിരിക്കണം, സഭയിൽ നല്ല സാക്ഷ്യം പുലർത്തുന്നവരായിരിക്കണം, സ്വന്തമായിട്ട് വരുമാനമുള്ളവരായിരിക്കണം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ആൾ ഇതിൻ്റെ ട്രസ്റ്റിലേക്ക് കടന്നു വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോഓപ്റ്റ് ചെയ്യണം. വേറെ ഒരു സിസ്റ്റവും ഇല്ല. അതായത് എക്സിസ്റ്റിംഗ് മെമ്പേഴ്സ് അദ്ദേഹത്തെ കോഓപ്റ്റ് ചെയ്യണം. കോഓപ്റ്റ് ചെയ്തതിന് ശേഷം 1 വർഷത്തോളം നിരീക്ഷണത്തിലായിരിക്കും. അതിനുശേഷം മാത്രമേ അദ്ദേഹം ട്രസ്റ്റിലേക്ക് വരുള്ളൂ. അങ്ങനെ വരുന്ന ഒരാൾ ജനറൽ ബോഡിയിൽ മാത്രമാണ് വരുന്നത്. ഇന്ന് ഞങ്ങൾക്ക് ജനറൽ ബോഡിയിൽ മെമ്പേഴ്സായിട്ട് 24 പേരുണ്ട്. അതിലെല്ലാ പ്രൊഫഷണലിലുള്ളവരുണ്ട്. എൻജിനീയേഴ്സ്, ഡോക്ടേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഓൾ സോർട്ട് ഓഫ് അഡ്വക്കേറ്റ്സ്, ബിസിനസ്മെൻ, ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ലൊരു ഡിഫറെൻറ്റ് ഫീൽഡ് ഉള്ള ആളുകൾ ഇതിനകത്തുണ്ട്. ഈ ജനറൽ ബോഡിയിൽ നിന്ന് ഒരു എലക്ട് ചെയ്യപ്പെടുന്ന ഒരു കൂട്ടം ആളുകളാണ് ഗവേണിംഗ് ബോർഡ് മെമ്പേഴ്സായിട്ട് മാറുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് 15 ഗവേണിംഗ് ബോർഡ് മെമ്പേഴ്സുണ്ട്. ഇതിനകത്തൊന്നും ജനറൽ ബോഡി തന്നെ തിരഞ്ഞെടുക്കുന്നതാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, ട്രഷറർ, ഒരു ജോയിൻറ്റ് ട്രഷറർ. അപ്പോൾ 5 ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ള പ്രവർത്തനം കമ്മിറ്റികളായിട്ടാണ്. അപ്പോൾ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കമ്മിറ്റി, ഫൈനാൻസ് കമ്മിറ്റി, അങ്ങനെയുള്ള ചില കമ്മിറ്റികളുണ്ട്. അതുപോലെ മന്നമരുതി വാഴൂരിനും അതിൻ്റേതായിട്ടുള്ള കമ്മിറ്റികളുണ്ട്. അതിന് ഓരോ കോർഡിനേറ്റേഴ്സും ഉണ്ട്. പക്ഷേ ഈ കമ്മിറ്റികളിലെല്ലാം ഈ ഓഫീസ് ബെയറേഴ്സ് അംഗങ്ങളായിരിക്കണം എന്നുള്ളൊരു സിസ്റ്റമുണ്ട്. പിന്നെ ആ ലോക്കലായിട്ടുള്ള ഏരിയയിൽ നിന്നൊരു പക്ഷേ ഞങ്ങൾ കോഓപ്റ്റ് ചെയ്ത ആളുകളെ എടുക്കാറുണ്ട്. വോട്ട് അവർക്കില്ലെങ്കിലും ഈ രീതിയിലാണ് ഞങ്ങളുടെ ഇത് പൊതുവായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഒരാൾക്ക് 10 വർഷമേ ഇതിനകത്ത് മെമ്പറായിട്ടിരിക്കാൻ പറ്റുള്ളൂ.
10 വർഷം കഴിഞ്ഞിട്ട് റിട്ടയർ ചെയ്യണം, അല്ലെങ്കിൽ 75 വയസ്സ് ആകുമ്പോൾ റിട്ടയർ ചെയ്യണം. അതുപോലെ ഗവേണിംഗ് ബോഡിയിൽ കയറിയതിന് ശേഷം 1/6 എല്ലാ ജനറൽ ബോഡിയിലും അതിൻ്റെ 1/6 ഗവേണിംഗ് ബോഡി അംഗങ്ങൾ ടേൺ ബൈ ടേൺ റിട്ടയർ ചെയ്യും. അവരെ ഓഫ് കോഴ്സ് ചിലപ്പോൾ റീഅപ്പോയിൻറ്റ് ചെയ്യാം. ഈ ഒരു സിസ്റ്റം വെച്ചിരിക്കുന്നതുകൊണ്ട് എപ്പോഴും ഇതിനകത്തൊരു ഒരു ഫ്രഷ്നെസ്സും ഒരു യങ് ബ്ലഡും ഇതിനകത്ത് എപ്പോഴും ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങളുടെ ആശുപത്രി ഒരു മെഡിക്കൽ കോളാക്കിക്കൂടാ? ഇതിനേക്കാട്ടിലും താമസിച്ച് തുടങ്ങിയ അനേക ആശുപത്രികൾ ഇന്ന് മെഡിക്കൽ കോളേജിലാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തെങ്കിലും അതിൻ്റെ ഫർദർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടോ? ഫസ്റ്റ് 2010 ഞങ്ങളുടെ ജനറൽ ബോഡിയിൽ വിഷൻ 2020 എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്റ് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിനകത്തൊരു സ്വപ്നമായിട്ട്, ഒരു വിഷനായിട്ട് ഞങ്ങൾ കണ്ടിരിക്കുന്നത് തിരുവല്ല മെഡിക്കൽ മിഷൻ ഒരു മെഡിക്കൽ കോളേജ് ആകണമെന്നുള്ളതാണ്. പക്ഷേ അത് മെഡിക്കൽ കോളേജ് ആകണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ നടത്തുന്ന ഒരു ഹോസ്പിറ്റലിന് ധാരാളം പണമൊന്നും പുറത്തുനിന്ന് വരാത്തതുകൊണ്ട്, അല്ലെങ്കിൽ അത് കളക്ട് ചെയ്യാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് അത്ര എളുപ്പമല്ല. അപ്പോൾ ഞങ്ങൾ ആദ്യമേ കോൺസെൻട്രേറ്റ് ചെയ്തത് ഇതിൻ്റെ അകത്തുള്ള ഫണ്ടമെൻ്റലായിട്ടുള്ള, അതായത് പാസ്റ്റ് കണ്ടു കാണാം, അവിടുത്തെ ബിൽഡിങ്സ് എല്ലാം പഴയതായിരുന്നു. അപ്പോൾ ഫണ്ടമെൻ്റലായിട്ടുള്ള ആ റിപ്പയർസ്, റിനോവേഷൻസ്, അതിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. കോളേജിനെക്കുറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം അതിൻ്റെ സമയത്ത് നടത്തുമെന്നറിയാം. ഞങ്ങളുടെ നേഴ്സിംഗ് കോളേജ് തുടങ്ങിയത് ഇതുപോലെ ഒരു മിസ്റ്റർ കോശിയുടെ വൈഫ് പെട്ടെന്ന് വന്നിട്ട് ഈ ലാൻഡ് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരികയാണ് ചെയ്തത്. ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്തൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംഭവിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥന അതിന് ആവശ്യമുണ്ട്, സഹകരണം ആവശ്യമുണ്ട്. നിസ്വാർത്ഥമായി തേച്ച് സേവനം ചെയ്യുന്ന ഒരാളാണ് സാറ്. റിട്ടയർഡ് കേണലാണ്. അതുപോലെ തന്നെ ഇതുപോലെ ഒരു നല്ലൊരു പൊസിഷനിലിരിക്കുന്ന ആൾക്ക് നല്ലൊരു ശമ്പളം ആവശ്യമാണ്. സാറിൻ്റെ കുടുംബം അല്ലെങ്കിൽ അതിന് പ്രതിബദ്ധതയാണോ? സാർ ഈ ആശുപത്രിയുടെ ചാർജ് എടുക്കുന്ന ഭാര്യ, കുഞ്ഞുങ്ങൾ, ആ കുടുംബം എങ്ങനെ ഇതിനോട് സാറിൻ്റെ പ്രവർത്തനത്തോടെ എത്രമാത്രം പ്രതിബദ്ധതയുണ്ട്? എൻ്റെ കുടുംബത്തിന് മാത്രമല്ല, എനിക്കും ധാരാളം സമയം പണം ഉണ്ടാക്കാനായിട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ശിഷ്ടായുസ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ശിഷ്ടായുസ് ദൈവവേലയ്ക്കായിട്ട് നമ്മൾ എന്ത് സമയം മാറ്റിവെക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്ഥിതി. ആ രീതിയിലാണ് ഈ പ്രവർത്തനത്തിലോട്ട് ഞാൻ ഇറങ്ങിയത്. ഞാൻ എൻ്റെ പെൻഷൻ, മിലിറ്ററിയിൽ നിന്ന് കിട്ടുന്ന പെൻഷനോടൊപ്പം ജോലി ചെയ്യുന്നുണ്ട്, ആഴ്ചകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാന്യമായ രീതിയിൽ ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ കുടുംബത്തിന് ഈ കാര്യത്തെക്കുറിച്ചൊക്കെ വളരെ താല്പര്യമാണ്. എൻ്റെ വൈഫ് വീട്ടിലുണ്ട്, ഷേർലി. 2 മക്കളുണ്ട്, ജോലി ചെയ്യുന്നു. 2 പേർക്കും ജോലിയുണ്ട്, 2 പേരും വിവാഹിതരാണ്, ഒരാൾക്കൊരു മകളുണ്ട്. അതെ, വി ആർ എ ഹാപ്പി ഫാമിലി. പവർ വിഷൻ പ്രേക്ഷകരോട് സാറിന് പറയാനുള്ള സന്ദേശം എന്താണ്? പവർ വിഷൻ പ്രേക്ഷകരോട് മൊത്തമായിട്ട് പറയാനുള്ളത്, ദൈവകൃപ നമുക്ക് സൗജന്യമായിട്ട് ലഭിച്ചതാണ്. നമുക്ക് ദൈവത്തിന് പകരം എന്ത് കൊടുക്കാൻ കഴിയും? നമുക്ക് കൊടുക്കുവാനുള്ളത് കുറേ പണം കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ കഴിവുകൾ കൊടുത്തു കഴിഞ്ഞാൽ അത് മതിയോ? അത് മാത്രം മതിയോ? ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ സമയം, അല്ലെങ്കിൽ നമ്മളെ തന്നെ ദൈവത്തിനായിട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഒന്നാമത്. രണ്ടാമതായിട്ട് ബ്രദറൻ വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് പഠിച്ച് ഡോക്ടേഴ്സ്, നേഴ്സസ്, MBA അങ്ങനെയുള്ള വലിയ വലിയ പദവികളിലൊക്കെ എത്താൻ സാധിച്ചിട്ടുണ്ട്. ഈ ആശുപത്രിയെക്കുറിച്ച് ഓർത്ത് അവരെ ഇതിലെ പ്രവർത്തനങ്ങളിലേക്ക് വിടാനായിട്ട് നിങ്ങൾ ചിന്തിക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ട്. ഈ കലാലയങ്ങളിൽ നിന്ന്, നേഴ്സിംഗ് കലാലയങ്ങളിൽ നിന്ന് പഠിച്ചു പോയിട്ടുള്ള നേഴ്സസിനോട് എനിക്കൊരു അഭ്യർത്ഥന ഉള്ളത്, നിങ്ങളുടെ അനിയത്തിമാർ, നിങ്ങളുടെ സിസ്റ്റേഴ്സ് ഇന്ന് ഫൈനാൻഷ്യലായിട്ടുള്ള പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്നവർ അനേകരുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ സ്കോളർഷിപ്പ് സ്കീംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. എൻഡോമെൻറ്റ് സ്കീംസ് ഉണ്ട്. ഈ മുമ്പേ പറഞ്ഞതുപോലെയുള്ള സ്റ്റഡി നൗ പേ ലേറ്റർ ഇങ്ങനെയുള്ള സ്കീംസിൽ നിങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് ഞങ്ങൾ വളരെ വെൽക്കം ചെയ്യുന്നതായിരിക്കും. ഇതുവരെ നമ്മോടൊപ്പം ഗസ്റ്റ് റൂമിൽ ചെലവഴിച്ച തിരുവല്ല മെഡിക്കൽ മിഷൻ ആശുപത്രിയുടെ ചെയർമാൻ റിട്ടയർഡ് കേണൽ അലക്സ് വറീസാറിനുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിൽ ഇതേ സമയം മറ്റൊരു വിശിഷ്ട അതിഥിയുമായി ഗസ്റ്റ് റൂമിൽ കാണാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.